കേരള ബി.ജെ.പിയിൽ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ് കൊല്ലത്ത് ഇന്നിവിടെ ബീച്ച് ഓർക്കിഡിൽ നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 2 മണിയോട് അടുപ്പിച്ചാണ് ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റുമായ ശ്രീ ജെ.പി. നദ്ദയാണ് ഈ ഇന്നത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതുമെല്ലാം. രജിസ്ട്രേഷൻ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നേതാക്കന്മാരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരുവിധം നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ദേശീയ അധ്യക്ഷൻ വരികയാണല്ലോ. അതെ 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 അതിന്റെയും കൂടെ സന്തോഷത്തിലാണോ? ആണ്. ഒരുപാട് സന്തോഷം. എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കണം. ആണ്. അതെ അതെ. ഹലോ, രജിസ്ട്രേഷൻ നടപടിയൊക്കെ കഴിഞ്ഞോ? എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ അധ്യക്ഷൻ വരുന്നതിന്റെ സന്തോഷത്തിലാണോ? അതെ. എന്തായാലും പുതിയ ഈ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. അതേപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളും അടുത്തു വരികയാണ്. ആദ്യമായി ഇന്നിവിടെ പങ്കെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട തന്ത്രങ്ങളും എല്ലാം ആവിഷ്കരിക്കുമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അദ്ദേഹം ഇന്ന് കൊല്ലം ജില്ലയിൽ തന്നെ അമൃതപുരിയിൽ പോയി അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിൽ പങ്കെടുത്ത് ആശംസ അറിയിച്ചതിന് ശേഷമായിരിക്കും ഈ കൊല്ലത്തുള്ള ഇവിടുത്തെ ഈ ഹോട്ടലിൽ എത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. രജിസ്ട്രേഷൻ നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നേതാക്കന്മാരും സംസ്ഥാന യോഗങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട എല്ലാവരും തന്നെ കേരളത്തിൻ്റെ പല ജില്ലയിൽ 14 ജില്ലയിൽ നിന്നുള്ള ഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആവേശകരമായ ഒരു തുടക്കം തന്നെയാണ് ഇന്ന് കൊല്ലത്ത് നടക്കുന്ന. കൊല്ലം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചും അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണാം. കാര്യം സംസ്ഥാന മീറ്റിംഗ്, ദേശീയ അധ്യക്ഷൻ തന്നെ പങ്കെടുക്കുന്ന മീറ്റിംഗ്, കൊല്ലം ജില്ലയിലുള്ള പാർട്ടി പ്രവർത്തകരും അതേ ജില്ലാ ഭാരവാഹികളും എല്ലാം തന്നെ വളരെ ആവേശത്തിലുമാണ്. കഴിഞ്ഞ ദിവസം മുതൽ രാത്രി മുതൽ ട്രെയിനിൽ വരുന്ന സംസ്ഥാന ഭാരവാഹികളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരെല്ലാം സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ജില്ലാ കമ്മിറ്റി എന്നുള്ളതിൽ ഇന്നിപ്പം ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ദേശീയ അധ്യക്ഷനെയും സംസ്ഥാന അധ്യക്ഷനെയൊക്കെ ഒരുമിച്ച് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കൊല്ലം ടീം മൊത്തം പറയാം. ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ നിൽക്കുകയാണോ? തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും കൊല്ലത്തിന് കിട്ടിയൊരു വലിയ അതെ അതെ ഏറെ കാലത്തിന് ശേഷമാണ് അതും ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന സമിതി യോഗം കൊല്ലത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. ഉച്ചതിരിഞ്ഞാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഉച്ചയോടുകൂടി തന്നെ ദേശീയ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ ഇത് ഇങ്ങനൊരു പരിപാടി നടക്കുന്നതിൻ്റെ ആവേശത്തിമിർപ്പിലാണ്. എല്ലാ ഒരുക്കങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രതിനിധികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ എന്തൊക്കെ നിർദ്ദേശം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? അതെ, ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത് വികസിത കേരളം എന്നുള്ളതാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇതാണ് ബി.ജെ.പി മുന്നോട്ട് ഉയർത്തുന്ന മുദ്രാവാക്യം. വികസനത്തിന് വേണ്ടിയിട്ടാണ് ബി.ജെ.പി വോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ നാന്ദി കുറിക്കലായിട്ട് ഈ സമ്മേളനം മാറും. ഇന്നത്തെ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായത് ദേശീയ അധ്യക്ഷനും കൂടെ പങ്കെടുക്കുന്ന ഈ ഒരു കമ്മിറ്റി വളരെ അധികം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ജെ.പി. നദ്ദ, അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ്. ഇപ്പോൾ എയിംസിൻ്റെ വിവാഹം നടക്കുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തൂ എന്നുള്ള ചിന്തയുണ്ട്. എന്തായാലും ആവേശകരമായിട്ടാണ് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിക്കാരും പാർട്ടിയുടെ നേതാക്കളും എല്ലാം ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയെ നോക്കിക്കാണുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.